ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ മനസ്സിനെ എങ്ങനെയാണ് റീപ്രോഗ്രാം ചെയ്തെടുക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറ്റി ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എങ്ങനെ റീക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം ഇവിടെ ചെയ്യേണ്ടത് നമ്മൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നതാണ്. നന്ദി പറയുന്നത് ഒരു ശീലമാക്കി മാറ്റുക. നമ്മൾക്ക് എന്തെല്ലാം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടോ അതിനെല്ലാത്തിനും നമ്മൾ നന്ദി പ്രകടിപ്പിക്കുക എന്നതാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാനും ഭാഗ്യവതികളൊക്കെയാണ്. കാരണം നമുക്ക് ലഭിച്ചിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളും, നമ്മളുടെ ശരീരമായിക്കോട്ടെ, നമ്മൾക്ക് താമസിക്കാൻ ഒരു വീടുണ്ട്. ഇനിയിപ്പോൾ വാടക വീടാണെന്നുണ്ടെങ്കിൽ വാടക വീടായിട്ടൊരു വീടുണ്ട്. അതുപോലെ നമുക്ക് ആരോഗ്യമുള്ള ശരീരമുണ്ട്. നമ്മൾ ഇവയ്ക്കൊന്നും നമ്മൾ ഇതുവരെ നന്ദി പ്രകടിപ്പിച്ചിട്ടില്ല. എന്നാൽ നമ്മൾ ഉള്ളതിന് നന്ദി പ്രകടിപ്പിക്കുന്നതിന് പകരം ഇല്ലാത്തതിലേക്കാണ് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത്. അപ്പോൾ വീണ്ടും വീണ്ടും ഇല്ലായ്മയിലേക്കാണ് മാറുന്നത്. എന്നാൽ നന്ദി പറയുന്നത് ഒരു ശീലമാക്കുന്നതിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് ബ്ലെസ്സിങ്സ് നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ ചില മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ ജീവിതം മാറുകയുള്ളൂ. പല കാര്യങ്ങളും നമ്മളിലേക്ക് എത്തിച്ചേരാത്തതിൻ്റെയും നമ്മളുടെ ആഗ്രഹങ്ങൾ നടക്കാത്തതിൻ്റെയും ഫുൾ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മളുടെ തന്നെയാണ്. നമ്മളിൽ ഉണ്ടാവുന്ന ചില പ്രവൃത്തികൾ കാരണം, നമ്മളുടെ ആറ്റിറ്റ്യൂഡ് കാരണം, അതുകൊണ്ടൊക്കെയാണ് ഈ ബ്ലോക്കുകളെല്ലാം ഉണ്ടാവുന്നത്. ഈ ബ്ലോക്കുകൾ മാറ്റാൻ നമ്മളുടെ ജീവിതത്തിൽ, നമ്മളുടെ ജീവിത ശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ ഇവയെല്ലാം മാറ്റിയെടുക്കാൻ കഴിയും. അത് തീർച്ചയായും നമുക്ക് സാധിക്കുന്നൊരു കാര്യം തന്നെയാണ്. നമ്മളുടെ ജീവിതം മാറണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ വിചാരിക്കണം. അത് വേറൊരാൾ വിചാരിക്കുന്നതിലൂടെ നമ്മളുടെ ലൈഫ് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കില്ല. അതിനു വേണ്ടി കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. രണ്ടാമത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, അത് ജീവിതത്തിൽ ഒരു ശീലമാക്കി മാറ്റുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് ലഭിച്ച കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കുകയാണ്. ആ ലഭിച്ച കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയുകയാണ്. അതൊരു നോട്ട്ബുക്കിലേക്കാണ് നമ്മൾ ആ നന്ദി പറഞ്ഞുകൊണ്ട് എഴുതുന്നത്. ഒരുപാട് കാര്യങ്ങൾ, ഇതുവരെ ജീവിതത്തിൽ ലഭിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വീണ്ടും ഓർത്തെടുത്ത് എഴുതുമ്പോൾ അതിന് ഒരുപാട് ബ്ലെസ്സിങ്സ് പിന്നെയും കൂടിക്കൂടി വരികയാണ്. കാരണം നമ്മൾ ഇത്രയും കാലം നമുക്ക് ലഭിച്ചതിന് നന്ദി പറയാതെ ഈ ജീവിച്ചതിന് നമ്മൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ നമ്മൾ എല്ലാത്തിനും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് എഴുതുന്നതിലൂടെ നമ്മൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ഇനിയും വന്നുകൊണ്ടിരിക്കും. വരാനിരിക്കുന്ന ബ്ലെസ്സിങ്സ് പെട്ടെന്ന് തന്നെ നമ്മളിലേക്ക് എത്താൻ വേണ്ടി ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ സഹായിക്കും. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ചേഞ്ചിങ് നെഗറ്റീവ് തോട്ട്സ്. അതായത് നമ്മൾ ഇത്രയും കാലം നമ്മൾ എന്തെല്ലാം നെഗറ്റീവ്സ് ആണോ ചിന്തിച്ചുകൊണ്ടിരുന്നത് അതന്നെയാണ് നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനി മുന്നോട്ട് നമ്മൾ അതെല്ലാം മാറ്റി ഫുൾ പോസിറ്റീവ് തോട്ട്സിലേക്ക് മാറുമ്പോൾ പോസിറ്റീവായ കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുക. അത് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു മെത്തേഡാണ് നമ്മളുടെ ചിന്തകൾ നമ്മൾ പോസിറ്റീവായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നത്. ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം നമ്മൾ നമ്മുടെ ലൈഫിൽ ഡെയിലി ഒരു ശീലമാക്കി മാറ്റുന്നതിലൂടെ നമ്മളിൽ വളരെ വലിയ ചേഞ്ച് തന്നെ ഉണ്ടാവും. നമ്മളുടെ മൈൻഡ് നമുക്ക് റീപ്രോഗ്രാം ചെയ്തെടുക്കാൻ വേണ്ടി വേറൊരു കൗൺസിലിംഗ് നമുക്ക് ആവശ്യം വരുന്നില്ല. കാരണം ഫീസ് കൊടുത്ത മറ്റു കോഴ്സുകളിൽ ചേർന്ന് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. നമ്മളിത് ചെയ്യുന്നതിലൂടെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ ഘട്ടം ഘട്ടമായി ഓരോ കാര്യങ്ങളും നമുക്ക് പോസിറ്റീവായി മാറ്റാം. നമ്മളുടെ ചിന്തകളും നമ്മളുടെ മനസ്സിനെ നമ്മൾക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ സാധിച്ചെങ്കിൽ നമ്മളുടെ ഓരോ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. നമ്മളിൽ വരുന്ന മാറ്റങ്ങളിലൂടെ മാത്രമേ അതെല്ലാം സാധിക്കുകയുള്ളൂ. ഒരുപാട് അധ്വാനിച്ചും ഒരുപാട് എഫേർട്ട് എടുത്തും നമ്മൾ ലൈഫിൽ സ്ട്രഗിൾ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒന്നും നേടാൻ സാധിക്കില്ല. നമ്മളുടെ മൈൻഡ് നമ്മളുടെ കൺട്രോളിലല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഒരുപാട് സ്ട്രഗിൾസ് എല്ലാം ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓരോരുത്തരും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തിന് അതിൻ്റെ ആവശ്യമെന്ന് പറയുന്നത്, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ മാക്സിമം നമ്മുടെ ലൈഫ് ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും.